കുട്ടികളിൽ മൂല്യങ്ങൾ കൊണ്ടുവരാൻ 2 സിസ്റ്റമാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഒന്ന് റിവാർഡ് സിസ്റ്റം, അഥവാ ജമാഅത്ത്, ക്ലാസ് നോട്ട് പൂർത്തിയാക്കൽ, വീട്ടിൽ നിന്ന് എന്തെങ്കിലും വർക്ക് ചെയ്തു വരൽ, നേരത്തെ ക്ലാസ്സിലെത്തൽ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രധാന കാര്യങ്ങൾക്ക് കുട്ടിയെ പ്രേരിപ്പിക്കേണ്ടത് റിവാർഡ് സിസ്റ്റങ്ങളിലൂടെയാണ്. റിവാർഡ് സിസ്റ്റങ്ങളുടെ ഒരു മോഡലാണ് സ്റ്റാർ സിസ്റ്റം. സ്റ്റാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമിൽ 10 കുട്ടികളുണ്ട്. ആ 10 കുട്ടികൾക്ക് ഒരു ചാർട്ട് പേപ്പർ ക്ലാസ് റൂമിലെ ചുവരിൽ സ്ഥാപിക്കുന്നു. 10 കുട്ടികളുടെയും പേരുമുണ്ട്, പേരിന് നേരെ കോളങ്ങളുമുണ്ട്. വിശദമായി ഞാൻ യൂട്യൂബ് ചാനലിൽ സ്റ്റാർ സിസ്റ്റം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രൂപ്പ് രൂപീകരിച്ചിട്ട് ഗ്രൂപ്പിൽ വേണമെങ്കിൽ അതിൻ്റെ ലിങ്കൊക്കെ നമുക്ക് നൽകാം. അതിൽ ഞാനൊന്ന് പ്രത്യക്ഷത്തിലൊന്ന് പറയാം, പക്ഷേ ഒരു 3 തവണയെങ്കിലും ഞാൻ ഈ പറയുന്ന വീഡിയോ ഒന്ന് കണ്ടിട്ടേ അത് നടപ്പിലാക്കാവൂ, എന്നാലേ സ്റ്റാർ സിസ്റ്റം ആകും. ഞാൻ പറയാം. ഒന്ന്, ഇപ്പോൾ ഈ ചാർട്ട് പേപ്പറാണ് അതിൻ്റെ മെയിൻ ചെയ്യുന്ന വർക്കൗട്ട് മേഖല. അവിടെ ചെയ്യേണ്ടത് കുട്ടിയുടെ പേരിന് നേരെ സ്പേസ്, ചാർട്ട് ഓക്കെ. പിന്നെ ഈ കുട്ടി എന്ത് ചെയ്താലാണ് ഈ കുട്ടിക്ക് പേരിന് നേരെ സ്റ്റാർ നൽകേണ്ടത്, അത് ക്രൈറ്റീരിയ എന്ന് പറയും. ഇത് വേറൊരു A4 പേപ്പറിൽ തീരുമാനിക്കുന്നു. കുട്ടി പാഠം എഴുതി വന്നാൽ ഇത് ഞാനൊരു ഉദാഹരണം പറയാണ്, തീരുമാനിക്കേണ്ടത് സന്ദർഭോചിതമായിട്ട് നമ്മൾ ഉസ്താദുമാരാണ്. ക്ലാസ്സിൽ കൃത്യസമയത്ത് ഹാജരായാൽ, അതുപോലെ വേറെന്തൊക്കെയാണോ വർക്ക്, ഇപ്പോൾ ജമാഅത്തിന് കൃത്യമായി ഹാജരായാൽ, റവാത്തിബ് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചാൽ, മാക്സിമം കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇത് ക്രൈറ്റീരിയ A4ൽ. ഇത് ചെയ്താൽ കുട്ടിയുടെ പേരിന് നേരെ നമ്മൾ സ്റ്റാർ രേഖപ്പെടുത്തി കൊടുക്കുന്നു. അത് ഗൗരവത്തിൽ എടുക്കണം. 1, പോസിറ്റീവ് ലാംഗ്വേജ് മാത്രം ഉപയോഗിക്കുക. 2, പോസിറ്റീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇതാ നേരത്തെ എത്തിയിട്ടില്ലെങ്കിൽ സ്റ്റാർ ഇടൂല, നെഗറ്റീവ് അപ്രോച്ചാണത്, നെഗറ്റീവ് വേർഡ്സാണ്. പകരം നേരത്തെ വന്നിട്ട് സ്റ്റാർ ഇടാം. 2ഉം അടിമുടി വ്യത്യാസമുണ്ട്. പോസിറ്റീവായ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഷുഡ് ഉപേക്ഷിച്ച് വുഡ് ഉപയോഗിക്കുക എന്നൊക്കെയാണ് അതിന് പറയുക. എന്ന് പറഞ്ഞാൽ തക്കല്ലുഫിൻ്റെ സുയകൾ ഉപേക്ഷിച്ച് തവസ്സുഇൻ്റെ സുയകൾ ഉപയോഗിക്കുക. ഗസാലി ഇമാം അയ്യുഹൽ വലദിൽ വളരെ ഗൗരവപൂർവ്വം പറഞ്ഞൊരു നോട്ടഡ് പോയിൻ്റാണത്, ഒരു അണ്ടർലൈൻ പോയിന്റ്, മുഅക്കദായ ഒരു പോയിൻ്റാണത്. എന്ത്? പോസിറ്റീവ് ലാംഗ്വേജ് മാത്രം ഉപയോഗിക്കുക, നെഗറ്റീവ് ലാംഗ്വേജ് ഉപയോഗിക്കരുത്. 3, കുട്ടിയെ ഈ വിഷയത്തിൽ ഭീഷണിപ്പെടുത്തരുത്. അഥവാ ഇട്ട ഒരു സ്റ്റാർ പൊളിക്കുമെന്ന് പറയുകയോ ഇന്നത് ചെയ്താൽ സ്റ്റാർ ഇടൂല എന്ന് പറയുകയോ അല്ല ചെയ്യേണ്ടത്. ഇന്നത് ചെയ്താൽ സ്റ്റാർ ഇടാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാനിപ്പോൾ പറയുന്ന പോയിന്റ്. അടുത്തത്, ഈ സ്റ്റാർ സിസ്റ്റത്തിൽ ഇനി ചെയ്യേണ്ടത് കുട്ടികളിൽ സ്ഥാനങ്ങൾ പ്രഖ്യാപിക്കാം. ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടിയ കുട്ടിയെ സ്റ്റാർ ഓഫ് ദ വീക്ക്, ഈ ആഴ്ചയിലെ സ്റ്റാർ. അങ്ങനെ ഒരു മാസം കൂടുതൽ സ്റ്റാർ കിട്ടിയ കുട്ടിയെ സ്റ്റാർ ഓഫ് ദ മന്ത് ആയിട്ട് പ്രഖ്യാപിക്കാം. മാസത്തിൻ്റെ എൻഡിൽ ഒരാഴ്ച സ്റ്റാറായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട കുട്ടിയെ അടുത്തൊരാഴ്ച വരെ ഈ സ്റ്റാർ ഓഫ് ദ വീക്ക് എന്ന സ്ഥാനം നിലനിർത്താം. അങ്ങനെ ഒരു കുട്ടി ഒരു മാസം കണ്ടിന്യൂ ചെയ്താൽ ആ കുട്ടി സ്വാഭാവികമായും സ്റ്റാർ ഓഫ് ദ മന്ത് ആയിട്ട് മാറും. പിന്നെ ആ കുട്ടിയെ സ്റ്റാർ ഓഫ് ദ വീക്കിൽ കൊണ്ടുവരേണ്ടതില്ല, കാരണം ആ കുട്ടി ഓൾറെഡി സ്റ്റാർ ഓഫ് ദ മന്ത് ആയിട്ട് അടുത്തൊരു മാസം കിടക്കും. മറ്റൊരു കുട്ടിയാണ് സ്റ്റാർ ഓഫ് ദ വീക്കായിട്ട് നിരീക്കുന്നത്. അപ്പോഴും സ്റ്റാർ ഓഫ് ദ മന്തിൻ്റെ ആനുകൂല്യങ്ങൾ എന്താ വേണ്ടത്? 1, ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് നിലവാരമുള്ള ഒരു ടാഗ് വെട്ടിക്കൊടുക്കുക. സ്ഥാപനത്തിൻ്റെ ഒരു അസംബ്ലി നടക്കുകയാണ്, അസംബ്ലിയിൽ ആ കുട്ടിക്ക് മുന്നിൽ നിൽക്കാൻ അവസരം കൊടുക്കുക. ഇങ്ങനെയുള്ള വളരെ സോഫ്റ്റായിട്ട് എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമീപന രീതികൾ, ഇതാണ് കുട്ടിക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ. ഇനി 3 മാസം ഒരു കുട്ടി സ്ഥിരമായാൽ സൂപ്പർ സ്റ്റാറായിട്ട് പ്രഖ്യാപിക്കാം അടുത്ത 3 മാസത്തേക്ക്. 6 മാസം ഒരു കുട്ടി ഇതുപോലെ നിലനിർത്തിയാൽ അടുത്ത 6 മാസത്തേക്ക് മെഗാ സ്റ്റാറായിട്ട് പ്രഖ്യാപിക്കാം. ഇങ്ങനെയാകുമ്പോൾ മെഗാ സ്റ്റാർ, സൂപ്പർ സ്റ്റാർ, സ്റ്റാർ ഓഫ് ദ മന്ത്, സ്റ്റാർ ഓഫ് വീക്ക്, 4 തസ്തികയിലെങ്കിലും കുട്ടികൾ അംഗീകരിക്കപ്പെടും. ഈ അംഗീകരിക്കപ്പെടുന്ന കുട്ടികൾക്ക് ക്ലാസ്സിൽ വെച്ച് ചെറിയൊരു പുസ്തകമോ പഠനാർഹമായ വല്ലതും സമ്മാനമായി ഗിഫ്റ്റായിട്ട് നൽകുക.
ആ നൽകുന്നതിൽ ഒരു രക്ഷിതാവിനെ കൊണ്ട് നൽകുകയും കൂടി ചെയ്യിപ്പിച്ചാൽ അത് വൻ വിപ്ലവമായി മാറും. അത് ആ രക്ഷിതാവിനുള്ള വലിയൊരു അംഗീകാരമായിട്ട് മാറും. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. റിസ്ക് വളരെ കുറവാണ്, സമയവും കുറവേ വേണ്ടു. കൂടുതൽ സമയം യൂസ് ചെയ്യരുത്. ചെറിയ സമയം, 2 മിനിറ്റോ 3 മിനിറ്റോ കൊണ്ട് പരിപാടി തീരണം. ദീർഘിപ്പിക്കരുത്. കുറഞ്ഞ സമയം കൊണ്ട് ഇത്തരം പ്രോഗ്രാമുകൾ നടത്തിയാൽ ആ ക്ലാസ്സിലും ആ വിഷയത്തിലൊക്കെ ശ്രദ്ധേയരായി മാറും. ഇനി അതല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാരൻസ് മീറ്റിൽ വെച്ച് ഒരു രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ ഓരോ രക്ഷിതാവിനെ കൊണ്ട് ഈ കുട്ടികൾക്ക് ഇത്തരം ഗിഫ്റ്റുകൾ കൊടുപ്പിച്ചു കഴിഞ്ഞാലും ആ സദസ്സ് വളരെ സെലിബ്രേറ്റീവായി ആഘോഷപൂർണമായി മാറും. ആഘോഷപൂർണമായി ആ സദസ്സ് മാറും. അപ്പോൾ സ്ഥാപനത്തിലേക്കൊരു രക്ഷിതാവ് വരുമ്പോൾ ഒരു തരം സന്തോഷം ഉണ്ടാകും. കുട്ടികൾക്ക് എപ്പോഴും ഒരു തരം സന്തോഷവും ആനന്ദവും ഉണ്ടാകും. റിവാർഡ് സിസ്റ്റങ്ങൾ ഉപയോഗിക്കുക. മറ്റൊന്നാണ് സ്ഥാപനത്തിൽ വ്യാപകമായി ഫീഡ്ബാക്ക് മെക്കാനിസം ഉപയോഗിക്കുക. ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊരു 3 ലെയർ ആംഗിളിലെങ്കിലും ഫീഡ്ബാക്ക് പറയാൻ അവസരം ഉണ്ടാകണം. ഒന്ന്, പബ്ലിക്കിലൊരു സജഷൻ ബോക്സ് വെക്കുന്നു. പേരെഴുതിയും അല്ലാതെയും കുട്ടികൾക്ക് അഭിപ്രായങ്ങളും പരാതികളും പറയാം. 2, ക്ലാസ് റൂമുകളിൽ സ്ഥാപിക്കുന്നു. 3, കുട്ടികൾക്ക് ലീഡറോട് ഫീഡ്ബാക്ക് പറയാം. ലീഡർക്ക് അത് ഉസ്താദിന് കൈമാറാം. 4, അത് മറ്റൊരു സാധനം കൂടിയാണ്, ക്വാളിറ്റി ടൈം. ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ 2 ടൈപ്പിൽ ക്വാളിറ്റി ടൈം കൊടുക്കണം. 1, ഇൻഡിവിജ്വൽ ക്വാളിറ്റി ടൈം. 2, ഗ്രൂപ്പ് ക്വാളിറ്റി ടൈം. എന്താ ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ, ആഴ്ചയിൽ ഒരു ദിവസം ഉസ്താദ് പറയുന്നു ഒരു പീരീഡ് അല്ലെങ്കിൽ ഒരു പീരീഡിലെ കുറഞ്ഞ ഭാഗം ഇന്ന് നിങ്ങളുടെ ക്വാളിറ്റി ടൈമാണ്. ആഴ്ചയിൽ ഒന്നൊക്കെ മതി കേട്ടോ, ദീർഘിപ്പിക്കരുത്, അധികം സമയം കളയരുത് കുട്ടികളുടേത്. ആ സമയത്ത് പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് എന്തും പറയാം, പരാതികളുണ്ടെങ്കിൽ പറയാം, അഭിപ്രായങ്ങൾ പറയാം, എന്തും പറയാം. നോട്ടഡ് ആയിരിക്കണം. പറയുന്നതിന് ആൻസർ പറയാൻ ശ്രമിക്കരുത്. ഉദാഹരണത്തിന്, ഉസ്താദെ പഠിക്കുന്നിടത്തൊരു ബൾബില്ല, അല്ല മെനിയാന്ന് അപ്പുറത്തുനിന്ന് പഠിക്കാൻ പറഞ്ഞിട്ട് കളിച്ചതല്ലേ. അതായത് കുട്ടിയെ നമ്മളെ കുത്തുബിയും മീറു കുത്തുബിയും വെച്ച് ജവാബ് പറയാനുള്ള ഒരു ഇടമാക്കി ആ സദസ്സ് മാറ്റരുത്. പകരം എന്ത് ചെയ്യണം, ആ കുട്ടി പറയുന്ന അർത്ഥത്തിൽ അതൊന്ന് കേൾക്കണം. ഒരു ഉസ്താദിൻ്റെ വായടക്കണം എന്നുള്ള അർത്ഥത്തിലല്ല, കുട്ടി എന്തിനാ പറയുന്നത്, കുട്ടിയുടെ ഒരു വിഷമം തീരാനല്ലേ. ആ വിഷമം തീരണമെങ്കിൽ കുട്ടി പറയുന്ന ഉദ്ദേശ്യത്തിലൊന്ന് കേൾക്കണം. അടുത്തൊന്ന്, ക്വാളിറ്റി ടൈമിലെ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഒരു സമയബന്ധിതമായി. ഇപ്പോൾ ഒരു ഉസ്താദിൻ്റെ അണ്ടറിൽ ഇപ്പോൾ ഒരു 150-200 കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ഉസ്താദിന് 20 കുട്ടികളെ വെച്ച് വിഭജിച്ച് നൽകുകയാണെങ്കിൽ ഒരു മാസത്തിനിടയിൽ ഈ ഉസ്താദിന് ചുമതലയുള്ള 20 കുട്ടികൾക്കും വ്യക്തിഗതമായി ഒരു സമയം കൊടുക്കണം. ആ സമയം ആ കുട്ടി ഒന്ന് കേൾക്കണം. കേട്ടിട്ട് ഈ കുട്ടിക്ക് പറയാനുള്ള എല്ലാ വിഷയങ്ങളും കേൾക്കുകയും അത് നോട്ട് ചെയ്യുകയും, എന്നിട്ട് മിക്കവാറും പ്രശ്നങ്ങളൊക്കെ കേട്ടുകൊടുത്താൽ തന്നെ തീരും. അപൂർവമായി ചിലതൊക്കെ നമ്മൾ സുപ്പീരിയർ അഥവാ നമ്മുടെ സ്ഥാപനാധികൃതരോടോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ കൊളീജിയസിനോടോ സഹപ്രവർത്തകരോടൊക്കെ കൂടിയാലോചിച്ചിട്ട് ചെയ്യേണ്ടതുണ്ടാകാം. അപ്പോൾ ആ രീതിയിൽ കുട്ടിയുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിക്കുന്ന ഒരു രീതി, ഒരവസരം. ഇതിൽ കുട്ടിയുടെ ചിലപ്പോൾ ഫാമിലി ഇഷ്യൂസ് പറയാം, ആരോഗ്യ പ്രശ്നങ്ങൾ പറയാം, പഠന പ്രശ്നങ്ങൾ പറയാം. ഇതെല്ലാം ശ്രദ്ധാപൂർവം കേട്ട് ചാടിക്കയറി നടപടിയെടുക്കുകയോ ഒറ്റയടിക്കിൽ നമുക്ക് പൂർണ്ണ ബോധ്യമില്ലാത്ത നടപടികൾ എടുക്കുകയോ ചെയ്യരുത്. നല്ല ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നടപടികൾ എടുക്കാവൂ. ഈ കുട്ടിയെ പൂർണ്ണമായി കേൾക്കുന്നൊരു മാനസികാവസ്ഥയുണ്ടെങ്കിൽ സ്ഥാപനം എപ്പോഴും ശാന്തമായിരിക്കും, കുട്ടികളെപ്പോഴും സ്വസ്ഥരായിരിക്കും, കുട്ടികളുടെ പ്രശ്നങ്ങളെല്ലാം എപ്പോഴും ഫ്ലഷ് ഔട്ടായി കുട്ടികളെപ്പോഴും സ്വസ്ഥരായിരിക്കും. കുട്ടികളുടെ ഫാമിലി ഇഷ്യൂസ് പോലും പരിഹരിക്കാൻ നമുക്ക് എളുപ്പവേദിയാണത്. ഫാമിലി ഇഷ്യൂസ് പരിഹരിക്കുക എന്ന് പറഞ്ഞാലും ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. ഒരിക്കലും എൻ്റെ ഒരു ട്രെയിനിങ്ങിൽ വരുന്ന ഒരു ദേവ കോളേജിൽ ഉസ്താദ് ചെറുപ്പക്കാരനാണ്. ട്രെയിനിങ്ങിന് വരുമ്പോൾ തന്നെ പൊതുവെ ഒരു പ്രവണത ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, ഒരാൾ ട്രെയിനിങ്ങിൽ പോയാൽ ബാക്കിയുള്ളവരൊക്കെ എല്ലായ്പ്പോഴും പറയും, നിങ്ങൾ ട്രെയിനിങ്ങിൻ്റെ ആളല്ല, ഇത് തീർക്ക് എന്ന് പറയും. അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഈ കുട്ടി എപ്പോഴും പ്രശ്നക്കാരനാണ്. എല്ലാ ദിവസവും കുട്ടിക്ക് എന്തെങ്കിലും ഒരു തല്ല് കേസോ അല്ലെങ്കിൽ പഠിക്കാത്ത പ്രശ്നമോ എന്തെങ്കിലും ഒന്നായിട്ട് ആ കുട്ടി പ്രശ്നമായിട്ട് എല്ലാവരുടെ മുമ്പിലും ഉണ്ടാകും. പാഠങ്ങൾ മിക്കവാറും പഠിക്കുകയില്ല. അപ്പോൾ ഈ കുട്ടിയുടെ പ്രശ്നം ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാനിങ്ങനെ എനിക്കൊരു എത്തും പിടിയുമില്ല. കാരണം ഈ കുട്ടീനെ എന്താ ചെയ്യേണ്ടത്, എല്ലാവരുടെ ക്ലാസ്സിലും ഇങ്ങനെ എല്ലായ്പ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന കുട്ടി എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞു,
നിങ്ങൾ ഏറ്റെടുക്കാൻ സന്നദ്ധമാണെങ്കിൽ പരിഹാരം പറയാം. അപ്പോൾ ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ കുട്ടിയെ വിളിക്കുക, എന്നിട്ട് ആ കുട്ടിയെ ഒന്ന് കേൾക്കാൻ സന്നദ്ധമാവും. സുബ്ഹാനല്ലാഹ്, ആ കുട്ടിയെ കേൾക്കാനോ? എന്തേ? അവന് 10 ദിവസം കൊടുത്താലും പറഞ്ഞാൽ തീരൂലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, പരിഹാരമുണ്ട്. 10 ദിവസം വേണമെങ്കിലും കേൾക്കാൻ നിങ്ങൾ സന്നദ്ധനാവുക. ആവശ്യമായാൽ 10 ദിവസവും കേൾക്കാൻ സന്നദ്ധമാവുക. പറയുന്നത് ശ്രദ്ധിക്കണേ. സന്നദ്ധമാകുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ ക്ലാസ് മുടക്കണം എന്നല്ല, നിങ്ങളെ പേഴ്സണൽ സ്പേസുകൾ നഷ്ടപ്പെടുത്തണം എന്നുമല്ല. മറിച്ച് സന്നദ്ധത എന്ന് പറയുന്നത് കേൾക്കേണ്ടി വരില്ല നിങ്ങൾ സന്നദ്ധനാണെങ്കിൽ. മസലൻ കുട്ടി സംസാരിക്കുന്നു, തീരുന്നില്ല. അപ്പോൾ സംസാരിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഉസ്താദിന് പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ ലിസണർ അല്ല. ഇതെന്ത് പറഞ്ഞിട്ട് തീരാത്തത് എങ്കിൽ നിങ്ങൾ ലിസണർ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിഫത്തുകൾ പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല, ലാന്ന് നബി തങ്ങൾ പറയൂലായിരുന്നു ഷഹാദത്തിൽ ലാ ഇല്ലെങ്കിൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതൊരു സന്നദ്ധതയാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ 24 മണിക്കൂർ ഒരു സംഗതി മശൂലാകുന്നു എന്നതല്ല, സന്നദ്ധത. ഇത് നിങ്ങൾക്കുണ്ടായാൽ മതി. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്? ഇതന്നെ കേൾക്കാനുള്ള സന്നദ്ധതയോടെ അവനോട് പറയാം, എന്തുണ്ടെങ്കിലും ഉസ്താദിനോട് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അവനക്ക് ഒരുപാട് പ്രശ്നം പറയാനുണ്ടാവുമല്ലോ. നിങ്ങളെല്ലാം കേട്ടാൽ മതി. അപ്പോൾ പരിഹാരം പറയണ്ടേ? പരിഹാരം പറയണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എല്ലാം പറഞ്ഞതിന് ശേഷം കുട്ടിയോട് ചോദിക്കണം. ഞാൻ ചോദിച്ചു, നിങ്ങളെ ധാരണ എന്താ? അത് ഒരുപാട് കുട്ടികളെ പറ്റി പറയാനുണ്ടാവും, ഉസ്താദുമാരെ പറ്റി പറയാനുണ്ടാവും, ക്ലാസ്സിനെ പറ്റി പറയാനുണ്ടാവും, ക്യാൻറ്റീനിലെ സ്റ്റാഫിനെ പറ്റി പറയാനുണ്ടാവും, വീട്ടിലെ രക്ഷിതാക്കളെ പറ്റി പറയാനുണ്ടാവും, ഇനി യാത്ര ചെയ്തിട്ടെങ്കിൽ ബസ്സിലെ കണ്ടക്ടറെ പറ്റി പറയാനുണ്ടാവും, ഇങ്ങനെ എല്ലാം പറയാനുണ്ടാവും. ആയിക്കോട്ടെ, എല്ലാം കേട്ടതിന് ശേഷം നിങ്ങൾ ഈ കുട്ടിയോട് ചോദിക്കണം, മോനെ ഇനി ഞാൻ എന്താണ്, ഉസ്താദ് എന്താണ് മോനെ ചെയ്തു തരേണ്ടത്? ഓക്കെ. അദ്ദേഹം അടുത്ത ആഴ്ച വരുമ്പോൾ ഭയങ്കര ആഹ്ലാദം. സാധാരണ അരമണിക്കൂർ വൈകിട്ട് എപ്പോഴും എത്താറുള്ളത്, ആ പ്രാവശ്യം നേരത്തെ വന്നിരിക്കുന്നു. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഭയങ്കര സംഭവമായി, ഞാൻ വിജയിച്ചു, എല്ലാവരും എന്നെ അംഗീകരിച്ചു. എന്തേ? ആ ചെന്ന ദിവസം തന്നെ പ്രാക്ടീസ് ചെയ്തു. ആഴ്ചയിലൊരു ദിവസമാണ് നമ്മളെ പ്രോഗ്രാം. അപ്പോൾ പ്രാക്ടീസ് ചെയ്തപ്പോൾ ഈ കുട്ടി ഇതുപോലെ കുറേ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം എല്ലാം ശ്രദ്ധയോടെ കേട്ടുകൊടുത്തു. കേൾക്കുമ്പോഴുള്ള എൻ്റെ കണ്ടീഷൻ എന്താ അറിയോ? ഞാൻ ഈ ചെയറിലാണ് ഇരിക്കുന്നതെങ്കിൽ കുട്ടിയോടൊരു ചെയറിട്ട് ഇരുന്നോളാൻ പറയാം. അപൂർവമായി ചിലർക്കെങ്കിലും കുട്ടി ഇരിക്കുകയോ എന്നൊക്കെ ചിന്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുറേ സന്ദർഭങ്ങൾ എടുത്ത് പഠിച്ചാൽ അതിൻ്റെ പ്രശ്നം തീരും. അതുപോലെ സ്വാലിഹീങ്ങളായ മഹാന്മാരെ പലപ്പോഴും പഠിച്ചാൽ അതിൻ്റെ പ്രശ്നം തീരും. അപ്പോൾ കുട്ടി ഇരുത്തിയിട്ട് എന്നെ കേൾക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയോട് ഈ ഉസ്താദ് ചോദിക്കുന്നു, ഉസ്താദ് ഇനി മോൻ എന്താ ചെയ്തു തരേണ്ടത്? ഈ കുട്ടി ഇങ്ങനെ ആശ്ചര്യത്തോട് ഉസ്താദിൻ്റെ മുഖത്ത് നോക്കി, എന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ആയിരുന്നാൽ മതി. എന്താ സംഭവിച്ചെന്നറിയോ? അതിനുശേഷമുള്ള ദിവസങ്ങൾ കൊണ്ട് കുട്ടി മുഴുവൻ പാഠങ്ങളും പഠിക്കുന്നവനായി മാറി. കുട്ടി എല്ലായിടത്തും ശാന്തനായി, കുട്ടി എല്ലായിടത്തും കുട്ടി പോസിറ്റീവായി. ഇത് അയാൾ പറഞ്ഞ അനുഭവമാണ്. ഇതിൻ്റെ അർത്ഥം പലപ്പോഴും നമ്മുടെ മക്കളെ കേൾക്കാൻ നമുക്ക് പറ്റിയാൽ വലിയൊരു ശതമാനം പ്രശ്നത്തിൻ്റെ പരിഹാരമാകുമെന്നാണ്. അല്ലാതെ എല്ലാ പ്രശ്നക്കാരെയും വിളിച്ച് വെറും നീ എല്ലാം പറഞ്ഞോ എന്ന് പറയാം, എല്ലാം കഴിഞ്ഞിട്ട് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ തീരുന്നുള്ള ആ അർത്ഥത്തിലല്ല. ഇതൊരു സ്കില്ലാണ്. സ്കില്ലെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ വെന്റിലേറ്റ് ചെയ്യാൻ, ഒരു കുട്ടിയുടെ വിഷമങ്ങളെ പുറത്തേക്ക് ഒഴുക്കിക്കളയാനുള്ള ശേഷിയുള്ള ഒന്നാണ് ഒരു ഉസ്താദ് ഒരു കുട്ടിയെ മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ നല്ല തുമാനീനത്തുൽ ഖൽബോടുകൂടെ ഒന്ന് കേൾക്കുക എന്ന് പറയുന്നത്. അതിലൊരു ഉസ്താദിന് സന്നദ്ധത ഉണ്ടെങ്കിൽ പെർഫെക്റ്റാണ് ആ സംഭവം. അപ്പോൾ ക്വാളിറ്റി ടൈം, ഇൻഡിവിജ്വൽ റീഡ് ഡീറ്റെയിൽ റിപ്പോർട്ട്, ഫീഡ്ബാക്ക് മെക്കാനിസം, റിവാർഡ് സിസ്റ്റം, ഈ സംഗതികൾ ടോട്ടൽ സൊല്യൂഷനാണ്. ഇതെല്ലാം വിവരങ്ങൾ മാത്രമാണ്. ഇനി ഇത് പ്രാക്ടീസ് ചെയ്യൽ എങ്ങനെയാണെന്നറിയാം? ഡൂയിങ്, റെക്കോർഡിങ്, ഷെയറിങ് എന്നാണ് അതിൻ്റെ മുസ്തലഹ്. DRS. ഇത് പ്രാക്ടീസ് ചെയ്യുന്ന രീതി DRS, ഡൂയിങ്, റെക്കോർഡിങ്, ഷെയറിങ്. ഡൂയിങ്, റെക്കോർഡിങ്, ഷെയറിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഡൂയിങ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യുക, റെക്കോർഡിങ് എന്ന് പറഞ്ഞാൽ അത് രേഖപ്പെടുത്തുക, ഷെയറിങ് എന്ന് പറഞ്ഞാലോ അത് ഒരു മെൻറ്ററുടെ അടുക്കൽ ഷെയർ ചെയ്യാൻ പറ്റണം. ഇല്ലെങ്കിൽ ഇതിൽ പലതും ലക്ഷ്യം കാണൂല. ആദ്യത്തെ ഒരു ദിവസമോ കുറഞ്ഞ ദിവസമൊക്കെ ചിലപ്പോൾ ലക്ഷ്യം കണ്ടിട്ട് പിന്നെ ഇല്ലാതാകുകയും ചെയ്യാം. അതേസമയം
ഡൂയിങ് റെക്കോർഡിങ് ഷെയറിങ് ലെവലിലാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വന്നാൽ ആ ഉസ്താദിൻ്റെ, ആ ഒരു അധ്യാപകൻ്റെ സ്കില്ലായിരിക്കും ഈ കഴിവുകൾ. സ്കില്ലായാൽ പിന്നെ ആ ഉസ്താദിന് ഇൻസൈറ്റ്, ബസീറത്ത് ഉണ്ടാകും. ഒരു വിഷയമുണ്ടായാൽ ഏത് റൂട്ടിൽ പോകണം എന്നുള്ള ബസീറത്ത് ആ ഉസ്താദിനുണ്ടാകും. ഇതാണ് സ്കിൽ ലെവൽ. ഈ സ്കിൽ ലെവൽ കഴിയുന്ന ഒരാളാവുക എന്നതാണ് മർമ്മപ്രധാനം. ഇതുണ്ടായാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള ടീച്ചിങ് മെത്തഡോളജി അത് പിന്നീടുള്ള 1-2 വർക്ക്ഷോപ്പുകളിൽ ഡെവലപ്പ് ചെയ്യുകയും ഇതൊന്ന് ഒബ്സർവേഷൻ ലെവൽ, ഒരു വിലയിരുത്തി മുന്നോട്ട് പോവുകയും കൂടി ചെയ്താൽ ഒരു കുറഞ്ഞ കാലയളവ് കൊണ്ട്, സംഗതി ഒരു 3 മാസം കൊണ്ടൊക്കെ ഫില്ലാകും. പക്ഷേ നമ്മളൊരു ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ഒരേ ലെവലിലാകൂലല്ലോ. അപ്പോൾ ഒരു 6 മാസമെങ്കിലും നമ്മളിത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ടോട്ടൽ സിറ്റുവേഷൻ മാറുന്നത് കാണാം. ഒന്നുകൂടി ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നു, അടിവരയിട്ട് മുഅക്കിദൻ അഖൂൽ. അതിതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അൽ അഫ്ആലുൽ മഹ്മൂദ. അത് നമ്മുടെ ഇടയിലും വ്യാപകമായി ഇരിക്കണം. ഇല്ലെങ്കിൽ ഏതു വഴിയാണ് നമ്മളെ ഇബ്ലീസ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇത് വ്യാപകമായി വേണം. ഇത് ശക്തമല്ലെങ്കിൽ പൊതുവെ നമ്മൾ അറിയാതെ നിസ്സാര വിഷയങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. അതുണ്ടെങ്കിലേ ഇതൊക്കെ ഫലത്തിലേക്ക് വരുന്നുള്ളൂ. കാരണം ഒരു ക്യാമ്പസിൽ നിന്നാണ് ഈ കൾച്ചർ രൂപപ്പെടേണ്ടത്. കാരണം ക്യാമ്പസല്ലേ അറിവിൻ്റെ ഉറവിടം. അറിവിൻ്റെ ഉറവിടത്തിൽ നിന്നല്ലേ ഈ കൾച്ചർ കൾട്ടിവേഷൻ, ഈ സഖാഫത്തിൻ്റെ തസ്ഫിയത്ത്, അതിൻ്റെ തഖ്വിയത്ത് അത് രൂപപ്പെടേണ്ടത് ഇവിടെ നിന്നല്ലേ. അപ്പം നമ്മളത് പ്രാക്ടിക്കലല്ലേ ചെയ്യേണ്ടത്. അത് ഹുറൂഫ് കൊണ്ട് കൈമാറിയിട്ട് കാര്യമുണ്ടോ? അത് ഹുറൂഫ് കൊണ്ട് കൈമാറുന്നതിന് പകരം നമ്മുടെ ത്വബഅൻ കൈമാറാൻ പറ്റിയാലേ അതിനർത്ഥമുള്ളൂ. ഒരു ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥി വന്നാൽ ആ വിദ്യാർത്ഥിയോട് വെഹിക്കിൾ സ്റ്റാഫ് വരെ, അഥവാ ഒരു ക്യാൻറ്റീൻ സ്റ്റാഫ് മുതൽ പ്രിൻസിപ്പാളോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റോ വരെ എടാന്നോ തോടാന്നോ അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചിട്ടുള്ള സഭ്യേതരമായ ശൈലികളിലോ വാക്കുകളിലോ സംസാരിക്കില്ല എങ്കിൽ 3 മാസം ആ ക്യാമ്പസിലൊരു കുട്ടി താമസിച്ചാൽ അല്ലെങ്കിൽ ഇടപെട്ടാൽ കുട്ടിയുടെ പ്രകൃതം മാറും. ഒരാളിൽ നിന്നും ഈ കുട്ടി എന്ത് കാണുന്നില്ല? ഷൗട്ടിങ്, സഭ്യതരമായ പ്രയോഗങ്ങൾ, ഇത്തരം സംഗതികൾ കാണുന്നില്ലെങ്കിൽ കുട്ടികൾ മാറും. കുട്ടികൾക്ക് മറ്റൊരു സംഗതി ഫോളോ ചെയ്യാൻ കഴിയില്ല. കുട്ടികൾ മാറാൻ നിർബന്ധിതരാകും. കാരണം ഇതിൻ്റെ ടേസ്റ്റ് മറ്റതിനില്ല. മോശമായ ശൈലിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇല്ല. മോശമായ ശൈലി പലപ്പോഴായിട്ടുള്ള മുറിവ് പോലെയാണ്. ഞാൻ തമാശക്ക് പറയാറുണ്ട്, അങ്ങാടിയിൽ നിന്ന് തല്ലുകൂടുന്നത് പോലെയാണ്. അങ്ങാടിയിൽ നിന്ന് തല്ലുകൂടിയാൽ അതിൻ്റെ പുകച്ചിലെറിയൽ വീട്ടിലെത്തിയിട്ട് കുളിക്കുമ്പോഴാണ്. അപ്പോൾ വെള്ളമാകുമ്പോഴാണ് മുറിവിൻ്റെ പുകച്ചിലെറിയുക. ഇതുപോലത്തെ ഒരു സംഭവമാണ്. നമ്മൾ പലപ്പോഴായിട്ട് ഡാമേജബിളായ വാക്കുകളും പെരുമാറ്റങ്ങളും കൊണ്ടുവരുമ്പോൾ അത് കുറേ ഒന്നിച്ചാകുമ്പോൾ കുട്ടി അത് അബ്സോർവ് ചെയ്യും. കുട്ടി അതിൻ്റെ വക്താവാകും. അപ്പോൾ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും ഈ കൾച്ചർ നമ്മൾ നടപ്പിലാക്കാൻ പറ്റിയാൽ. മസലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തേക്ക് വന്നപ്പോൾ മദീനയിൽ ഒരുപാട് സാമൂഹിക ജീർണതകളുണ്ടായിരുന്നു, ശൈഥില്യങ്ങളുണ്ടായിരുന്നു. ആ ശൈഥില്യങ്ങൾക്കെതിരെ നബി തങ്ങൾ പെരുമാറിയ സ്വീകരിച്ച സമീപനം എന്താ? ഒരു പ്രഭാഷണം നടത്തിയിരുന്നു. ആ പ്രഭാഷണത്തിൽ നബി തങ്ങൾ നടപ്പിലാക്കിയ 3 സൊല്യൂഷൻസ് എന്താ? 1 അഫ്ഷുസ്സലാമ ബൈനക്കും, 2 അത്വീമുത്ത്വആം, 3 സ്വല്ലൂ ബില്ലൈലി വന്നാസു നിയാം. പ്രധാനപ്പെട്ട ഒരു മാറ്ററായിരുന്നു ആ പ്രഭാഷണത്തിൽ. അതിൽ ഒന്നുള്ളത് ഇതാണ്. സലാം എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷത്തോടെയും പുഞ്ചിരിയോടെയും മുസാഫഹത്തോടെയും ചെയ്യുന്നതാണ് സലാം. ഞാൻ അതിൽ നിന്നാണ് ഈ ഒരു സാധനം ഡെവലപ്പ് ചെയ്തത്. 5 കാര്യങ്ങളിൽ അഫ്ആൽ മഹ്മൂദ അത് ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തതാണ്. സൈക്കോളജിയിൽ നേരെ അത് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ പിന്നെ നോക്കുമ്പോൾ ഇടങ്ങളിലായി പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വലിയൊരു സാമൂഹ്യ ജീർണത പരിഹരിച്ചത് ഇതിലൂടെയാണ്. അതായത് വലിയ പണക്കാരായ ചിലർ ഇസ്ലാം സ്വീകരിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി ഇസ്ലാം സ്വീകരിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അവരിൽ മാറ്റം ഉണ്ടാകുന്നില്ല. അവരിൽ ഈ ജീർണത നിലനിൽക്കുന്നു. അതായത് പാവപ്പെട്ടവൻ്റെ മുഖത്ത് നോക്കിക്കൂടാ, അവൻ്റെ കൂടെ ഇരുന്നൂടാ, അവൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചുകൂടാ, ഇങ്ങനെ പ്രയാസമുണ്ട്. ഈ പ്രയാസം നബി തങ്ങൾ പരിഹരിച്ചത് ഇങ്ങനെ.
രണ്ടാമത്തത് അത്വയിമുത്വാം. നമ്മൾ ഭക്ഷണം, നമ്മുടെ സ്ഥാപന സംസ്കാരവും അതാണ്, ഭക്ഷണം കൊടുക്കുക. അതൊരു വലിയ സംസ്കാരമാണത്, ഭയങ്കര മാറ്റം ഉണ്ടാക്കും. ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷമാണ്. ഒരാൾക്ക് നിങ്ങളൊരു 500 രൂപ കൊടുത്തു, അയാൾക്ക് പിന്നെ 1000 കിട്ടിയ പിന്നെയും സന്തോഷമാണ്. നിങ്ങൾ 10 കോടി കൊടുത്തു, എന്നാൽ 1 കോടിയും കൂടി കിട്ടിയ പിന്നെയും സന്തോഷമാണ്. അതേസമയത്ത് ഒരാൾക്ക് നിങ്ങൾ 1 പ്ലേറ്റ് ചോറ് കൊടുത്തു, രണ്ടാമത്തത് കൊടുത്തു, അതും ഒക്കെ മൂന്നാമത്തെ മതിയെന്ന് പറയും. മതിയെന്ന് പറയാൻ പറ്റുന്ന ഏക സാധനമാണ്. എന്നാൽ ഏത് സമ്പന്നനായാലും ഏത് പാവപ്പെട്ടവനായാലും ഭക്ഷണം കഴിച്ചേ പറ്റൂ. മൂന്നാമത്തത് സൊല്ലു ബില്ലൈലി വന്നാസുനിയം, തഹജ്ജുദ്. തഹജ്ജുദിൻ്റെ പ്രത്യേകത എന്താ? തഹജ്ജുദിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഉപബോധ മനസ്സിനെ കൂടി അള്ളാഹു എന്ന ധാരണ ഉറപ്പിക്കാൻ സഹായിക്കുന്ന ഒരു അഫർമേറ്റീവ് മെത്തേഡ് എന്നാണ് സൈക്കോളജി ഈ മെത്തേഡിന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി, അള്ളാഹുവിൻ്റെ പരിശുദ്ധ